സ്പെയിനിലെ സെവിയ്യയിൽ സെന്റ് മേരീസ് റോമൻ കത്തീഡ്രലിനോട് ചേർന്ന മണിമേട ഒരു കാലത്ത് ജാമി അൽ കബീർ ഇസ്ബിലിയ മസ്ജിദിന്റെ മിനാരമായിരുന്നു. മൊറോക്കോയിൽ റബാത്തിൽ പാതി വഴിയിൽ പണി അവസാനിച്ച ഒരു മിനാരം പിൽക്കാലത്ത് യൂറോപ്യൻ മിനാരങ്ങളുടെ അടിസ്ഥാന മാതൃകയായതിന്റെ കഥ പറയുകയാണ് ഈ ലക്കം ജേർണിയിസ്റ്റ്. അന്ന് ലോകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ മിനാരവും പള്ളിയുമായിരുന്നു റബാത്തിലേത്. മൊറോക്കോയുടെ തലസ്ഥാന നഗരിയാണ് റബാത്ത്. ഈ രാജ്യത്തിന്റെ തലസ്ഥാനം കാസബ്ലാങ്കയാണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. കാസബ്ലാങ്ക ഈ രാജ്യത്തെ ഏറ്റവും വലിയ നഗരമോ ഏറിയാൽ മൊറോക്കോയുടെ സാമ്പത്തിക തലസ്ഥാനമോ മാത്രമാണ്. 350-ലേറെ വർഷമായി മൊറോക്കോ ഭരിക്കുന്ന അലാവുവൈത്ത് രാജവംശത്തിന്റെ കൊട്ടാരം ഉൾപ്പെടെ ഈ രാജ്യത്തിന്റെ പാർലമെന്റും മന്ത്രിമാരുടെ ഓഫീസുകളും ഉള്ളത് റബാത്തിലാണ്. ഈ നഗരത്തിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ഒരു കാലത്ത് ലോകത്തിന്റെ തന്നെ തലസ്ഥാനമാകാൻ ആഗ്രഹിച്ച് ഒരു സുൽത്താൻ ഭരണം നടത്തിയ നഗരമാണിത്. ഈ കോട്ടമതിലിനെ ചുറ്റിവളഞ്ഞ് എത്തിച്ചേരുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഹസൻ ടവർ മസ്ജിദ് കോംപ്ലക്സിലേക്കാണ്. ഇന്നാട്ടുകാരുടെ രാഷ്ട്രപിതാവായ മുഹമ്മദ് 5-ാമൻ രാജാവ് അന്ത്യവിശ്രമം കൊള്ളുന്നതും ഇവിടെയാണ്. നഗരാസൂത്രണത്തിന്റെ കാര്യത്തിൽ മൊറോക്കോയിലെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന നഗരം റബാത്താണെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തെ ഏറ്റവും വലിയ നഗരമെന്ന ഖ്യാതി കാസബ്ലാങ്കയുടേതാണെങ്കിലും സഞ്ചാരികളെ പിടിച്ചു നിർത്തുന്ന ഒരുതരം ആനച്ചന്തം റബാത്തിനുണ്ട്. വിശാലമായ റോഡുകളും വൃത്തിയുള്ള മാർക്കറ്റുകളും. വെള്ളയും പച്ചയുമാണ് പൊതുവെ മൊറോക്കോയുടെ അംഗീകരിക്കപ്പെട്ട വർണ്ണങ്ങൾ. നഗരം ശുചിയായി സൂക്ഷിക്കുന്നുണ്ടെന്ന് സന്ദർശകരെ ബോധ്യപ്പെടുത്തുന്നതിൽ വെള്ള നിറത്തിന് നല്ല പങ്കുണ്ട്. ഒരു കറ പോലും ഒറ്റനോട്ടത്തിൽ കാണാനാവാത്ത കെട്ടിടങ്ങളും കടകളുമാണ് റബാത്തിന്റെ നഗരവീഥികളിലുടനീളം. 12-ാം നൂറ്റാണ്ടിൽ മൊറോക്കോയും ഇന്നത്തെ സ്പെയിനിന്റെ കിഴക്കൻ മേഖലയും അടക്കി ഭരിച്ച അൽമുഹാദ് രാജവംശത്തിലെ സുൽത്താൻ യാക്കൂബ് അൽ മൻസൂറിന്റെ കൊട്ടാരങ്ങളിലൊന്ന് റബാത്തിലാണ് ഉണ്ടായിരുന്നത്. മധ്യകാല നൂറ്റാണ്ടുകളിൽ ആഫ്രിക്കയിൽ ജീവിച്ച ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു യാക്കൂബ് അൽ മൻസൂർ. സ്പെയിനിലെ നഗരങ്ങളായ അന്തലൂസും കൊർദോബയും മലാഗയും ഗ്രാനഡയും സെവിയ്യയും ആഫ്രിക്കയിലിരുന്ന് അദ്ദേഹം എങ്ങനെ ഭരിച്ചു എന്നല്ലേ. ഇന്നത്തെ സ്പെയിനിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലധികവും അക്കാലത്ത് മൊറോക്കൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ പള്ളിയും മിനാരവും തന്റെ നഗരത്തിലായിരിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് അദ്ദേഹം ഹസൻ മസ്ജിദിനും മിനാരത്തിനും തുടക്കമിട്ടത്. പണി പൂർത്തിയാക്കാനാവാതെ മരിച്ച സുൽത്താൻ യാക്കൂബിന് ശേഷം റബാത്തിലെ മസ്ജിദും മിനാരവും മൊറോക്കോയുടെ ഗതകാല പ്രൗഢിയുടെ പ്രതീകങ്ങൾ മാത്രമായി അവശേഷിച്ചു. ഈ മിനാരത്തെയാണ് മൊറോക്കോയിലും സ്പെയിനിലും അടിസ്ഥാന മാതൃകയായി പിൽക്കാലത്ത് അംഗീകരിച്ചത്. സ്പെയിനിലെ സെവിയ്യ കത്തീഡ്രലിന്റെ ഭാഗമായ നിലവിൽ ഗിറാൽഡ എന്നറിയപ്പെടുന്ന മണിമേടയായി മാറിയ ആ പ്രശസ്തമായ മിനാരം തന്നെയാണ് ഏറ്റവും മികച്ച ഉദാഹരണം. 88 മീറ്റർ ഉയരത്തിൽ, അന്ന് ലോകത്തുള്ള സകല ഗോപുരങ്ങളെക്കാളും ഉയരത്തിൽ സുൽത്താൻ യാക്കൂബ് തുടക്കമിട്ട ഈ മിനാരം പക്ഷേ പകുതിയോളം പൂർത്തിയാക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. മിനാരം മാത്രമല്ല, ലോകത്ത് അന്നുള്ള ഏറ്റവും വലിയ മസ്ജിദും റബാത്തിൽ പണികഴിപ്പിക്കാനായിരുന്നു സുൽത്താന്റെ മോഹം. ഈ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നീടുള്ള സുൽത്താന് കഴിയാതെ വന്നതോടെ മസ്ജിദും മിനാരവും പാതി വഴിയിൽ അവസാനിച്ചു. 5.5 നൂറ്റാണ്ടുകൾക്ക് ശേഷം 1755-ൽ പോർച്ചുഗലിലെ ലിസ്ബൺ കേന്ദ്രമായി നടന്ന അതിശക്തമായ ഭൂകമ്പത്തിൽ ഈ കോംപ്ലക്സ് തകർന്നടിയുകയും ചെയ്തു. പോർച്ചുഗലിൽ മാത്രം 1,00,000 പേർ കൊല്ലപ്പെട്ട 20 മീറ്റർ ഉയരത്തിൽ സുനാമി തിരമാലകൾ ആഞ്ഞടിച്ച അതിശക്തമായ ഭൂകമ്പമായിരുന്നു അത്. പുതിയ കാലത്ത് ഹസൻ ടവർ മസ്ജിദ് കോംപ്ലക്സ് ആർക്കിയോളജിക്കൽ കേന്ദ്രമായി നിലനിർത്തുക മാത്രമാണ് ചെയ്യുന്നത്. ദർഗയുടെ വലതുഭാഗത്തായി പഴയ മസ്ജിദിന്റെ ചെറിയൊരു ഭാഗം അന്നത്തെ അതേ മാതൃകയിൽ പുനർനിർമ്മിച്ചത് കാണാനാവും. നാം ഈ കാണുന്ന വലിയ മൈതാനം മുഴുവനായി നിറഞ്ഞു നിൽക്കുന്ന ആ പടുകൂറ്റൻ മസ്ജിദിനെ അതേപടി പുനർനിർമ്മിക്കുക അത്ര എളുപ്പമല്ല. ആർക്കിയോളജിക്കൽ സൈറ്റുകളിൽ ബാക്കിയുള്ള അവശിഷ്ടങ്ങളെ പുതിയ കാലത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് വീണ്ടും കെട്ടിയുയർത്തുന്നത് യുനെസ്കോ നിയമങ്ങൾക്ക് വിരുദ്ധവുമാണ്. എല്ലാറ്റിനുമുപരി സുൽത്താൻമാർക്ക് പോലും കണ്ടെത്താൻ കഴിയാതെ പോയ ഭാരിച്ച ചെലവ് തന്നെയാണ്. അഥവാ ഹസൻ ടവർ മസ്ജിദ് പുനർനിർമ്മിക്കാൻ മൊറോക്കോയെ യുനെസ്കോ അനുവദിച്ചാൽ പോലും അവർക്ക് മുമ്പിലുള്ള വെല്ലുവിളി. മൊറോക്കോയുടെ ആത്മാവിൽ റബാത്തിലെ ഈ മസ്ജിദിനുണ്ടായിരുന്ന സ്ഥാനമാണ് കാസബ്ലാങ്കയിൽ 1993-ൽ ഹസൻ 2-ാമന്റെ പേരിലുള്ള മസ്ജിദ് പണികഴിപ്പിക്കാനുണ്ടായ കാരണം. $800 മില്യൺ ഹസൻ 2-ാമൻ മസ്ജിദിന്റെ നിർമ്മാണ ചെലവായി കണക്കാക്കപ്പെടുന്നത്. ആധുനിക മൊറോക്കോയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ പദ്ധതികളിൽ ഒന്നായിരുന്നു ഇത്. ഇന്ന് ലോകത്തുള്ള 2-ാമത്തെ ഏറ്റവും ഉയരം കൂടിയ മിനാരം ഈ മസ്ജിദിൻ്റെതാണ്, 210 മീറ്റർ. അൾജീരിയയിൽ ഗ്രാൻഡ് മസ്ജിദിന്റെ 265 മീറ്റർ ഉയരമുള്ള മിനാരമാണ് ലോകത്തെ ഏറ്റവും വലുത്. ഹസൻ 2-ാമൻ രാജാവിന്റെ മേൽനോട്ടത്തിൽ 1986-ൽ പണി തുടങ്ങിയെങ്കിലും
ഭാരിച്ച നിർമ്മാണ ചെലവ് ഗവൺമെന്റിനെ കൊണ്ട് താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ ജനങ്ങളോട് നേരിട്ട് സഹായാഭ്യർത്ഥന നടത്തിയാണ് ആവശ്യമായ പണം ശേഖരിച്ചത്. രാജ്യത്തിന്റെ അഭിമാന പദ്ധതി ആയതുകൊണ്ട് തന്നെ മൊറോക്കോയിലെ വ്യക്തികളും സ്ഥാപനങ്ങളുമൊക്കെ ഇതിൽ ഭാഗവാക്കുകളായി. പകുതി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഈ മസ്ജിദ് മൊറോക്കോയുടെ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയുടെ കൂടി പ്രതീകമായാണ് വിലയിരുത്തപ്പെടുന്നത്. മസ്ജിദിന്റെ ചില സ്ഥാനങ്ങളിൽ നിന്നാൽ താഴെ സമുദ്രജലം തിരിയടിക്കുന്നത് ഗ്ലാസിനടിയിൽ കാണാനാവും. സഞ്ചാരികൾക്ക് ഇതിനകത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നുണ്ട്. പൊതുവെ വിശ്വാസികൾക്കല്ലാതെ മസ്ജിദുകൾ തുറന്നു കൊടുക്കാത്ത മൊറോക്കോയിൽ അങ്ങനെയല്ലാത്ത അപൂർവം പള്ളികളിലൊന്നാണിത്. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറിയാൽ ഈ മസ്ജിദിന്റെ നിർമ്മാണ ചരിത്രവും സവിശേഷതകളും വിവരിച്ചു തരുന്ന ഗൈഡഡ് ടൂറിന്റെ ഭാഗമായാണ് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നത്. ഈ മസ്ജിദിലേക്കായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിച്ച നിർമ്മാണ സാമഗ്രികളെ പരിചയപ്പെടുത്തുന്ന ഒരു മ്യൂസിയവും ഇവിടെയുണ്ട്. ഓരോ മതിലും ഒന്നിനൊന്ന് വ്യത്യസ്തമായ സെല്ലീജ് മൊസൈക്ക് വർക്കുകളാണ് പള്ളിക്കകത്ത്. ഫെസ്സിൽ നിന്നും കൊണ്ടുവന്ന പ്രത്യേകതരം കളിമണ്ണിൽ കലാകാരന്മാർ കൈകൊണ്ട് വരച്ച ഡിസൈനുകളാണ് ഈ ടൈലുകളിലുള്ളത്. കാലക്രമത്തിൽ കളർ നഷ്ടപ്പെടാതിരിക്കാനായി 2 തവണ ചൂളകളിൽ വെച്ചാണ് ഈ ടൈലുകൾ ചുട്ടെടുത്തത്. മസ്ജിദിനകത്തെ ഗ്ലാസും മാർബിളും മരങ്ങളുമൊക്കെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ഇറക്കുമതി ചെയ്തവയാണ്. മൊറോക്കോയിൽ തന്നെ അറ്റ്ലസ് മലനിരകളിൽ നിന്ന് കൊണ്ടുവന്ന ദേവദാരു വൃക്ഷത്തടികളും അക്കൂട്ടത്തിലുണ്ട്. ഒരേ സമയം സാങ്കേതിക വിദ്യയും ഒപ്പം ശില്പചാതുരിയും ചേർന്ന് കാസബ്ലങ്കയിലെത്തുന്നവരുടെ ഏറ്റവും വലിയ ആകർഷണമാവുകയാണ് ഹസൻ രണ്ടാമന്റെ പേരിലുള്ള ഈ പള്ളി. റബാത്തിലെ ഹസൻ മസ്ജിദ് കോംപ്ലക്സ് ആണ് പക്ഷേ മൊറോക്കോയുടെ ആത്മീയ തലസ്ഥാനം. മുഹമ്മദ് 5-ാമൻ രാജാവിന്റെ മൃതികുടീരം ഈ കോംപ്ലക്സിനകത്താണുള്ളത്. രാജ്യത്തെ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ ഒരു കുടക്കീഴിൽ നിർത്തി അധിനിവേശ ഫ്രാൻസിനെതിരെ സ്വാതന്ത്ര്യ സമരം നയിച്ച മുഹമ്മദ് 5-ാമനായിരുന്നു ആധുനിക മൊറോക്കോയുടെ ശില്പി. അതിമനോഹരമായ അദ്ദേഹത്തിന്റെ മക്ബറയിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണിത്. സന്ദർശകർ എത്തിച്ചേരുന്ന ഗാലറിയിൽ നിന്ന് ഒരൽപ്പം താഴെയാണിത്. മൊറോക്കോയിലെ വ്യത്യസ്ത പ്രദേശങ്ങളായ ഫെസ്, മറാക്കിഷ്, മെക്കനസ്, അറ്റ്ലസ് എന്നിവയോടൊപ്പം അന്തലൂസ്യൻ പാരമ്പര്യങ്ങളുടെ സാംസ്കാരിക മുദ്രകളും ഒന്നിച്ചു ചേരുന്നതാണ് ഈ മൃതികുടീരം. റോയൽ മൊറോക്കൻ ആർക്കിടെക്ചറായി അറിയപ്പെടുന്ന കെട്ടിടാലങ്കാര കലയുടെ ക്ലാസിക് ഭംഗി ഇതിനകത്തുണ്ട്. ഹസൻ ടവർ മസ്ജിദിന്റെ അങ്കണത്തോട് ചേർന്ന് മൊറോക്കൻ ലോഹനിർമ്മാണ ശൈലിയായ നക്കാഷിൽ പണിതീർത്ത ഏതാനും കൂറ്റൻ ഷാങ്ലിയറുകൾ സ്ഥാപിച്ചത് കാണാം. തൂക്കിയിടുന്ന രീതിയിലല്ല, തീക്കുണ്ടങ്ങളുടെ മാതൃകയിലാണ് ഇവ വെങ്കലത്തിൽ പണിതീർത്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഗാന്ധിജി ദളിതരോടും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളോടും കാണിച്ച സഹാനുഭൂതി മൊറോക്കോയിലെ ജൂതന്മാരോട് കാണിച്ച രാജാവായിരുന്നു മുഹമ്മദ് 5-ാമൻ. യഹൂദന്മാരെ തെരഞ്ഞുപിടിച്ച് വേട്ടയാടിയ അക്കാലത്തെ ഫ്രഞ്ച് ഭരണകൂടത്തിന്റെ നീക്കങ്ങളെ മുഹമ്മദ് ചെറുത്തുനിന്നു. 2-ാം ലോക മഹായുദ്ധകാലത്ത് നാസി ജർമ്മനിയോടൊപ്പമായിരുന്നു ഫ്രാൻസിലെ അന്നത്തെ വിച്ചി ഭരണകൂടം. ഹിറ്റ്ലർ പരാജയപ്പെട്ടതിന് ശേഷവും ചെറിയൊരു കാലഘട്ടം കൂടി മൊറോക്കോയിൽ വിച്ചി സർക്കാരിന്റെ അധിനിവേശം നിലനിന്നിരുന്നു. കടുത്ത അടിച്ചമർത്തൽ നടപടികളുമായി മുന്നോട്ടു പോയ ഈ ഭരണകൂടത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച കുറ്റത്തിന് മുഹമ്മദ് 5-ാമൻ രാജാവിനെ മഡഗാസ്കറിലേക്ക് നാടുകടത്തിയാണ് ഫ്രഞ്ച് സൈന്യം പകവീട്ടിയത്. യഹൂദ മതവുമായി മൊറോക്കൻ മുസ്ലിങ്ങൾ നൂറ്റാണ്ടുകളായി കാത്തുസൂക്ഷിച്ച ബന്ധത്തിന്റെ തുടർച്ചയായിരുന്നു ഇത്. ഇന്നും നയതന്ത്രപരമായി ഒരുതരം അഴകുഴമ്പൻ സമീപനമാണ് ഇസ്രായേലിന്റെ കാര്യത്തിൽ മൊറോക്കോ പിന്തുടരുന്നത്. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.